ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് കടക്കാം. അപ്പൊ നമ്മള് നേച്ചർ, സ്കോപ്പ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസും നമ്മൾ കണ്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് കേട്ടോ. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോള് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. Hospital administrators are accountable for organizing and supervising the health services and everyday activities of a hospital or health care facility. മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ചു. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് are accountable for organizing and supervising the health services and everyday activities of a ഹോസ്പിറ്റൽ ഓർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അതായത് ഒരു ആശുപത്രിയുടെയോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെയോ ദൈനംദിന പ്രവർത്തനങ്ങളും അവരുടെ ഹെൽത്ത് സേവനങ്ങളെല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുന്നതും നേതൃത്വം വഹിക്കേണ്ടതും ആരുടെ ഉത്തരവാദിത്വമാണ്? അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ പറഞ്ഞത് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ അല്ല, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവാദിത്തം പറഞ്ഞത് അല്ലെ. അവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ അവരുടെ മറ്റ് ഹെൽത്ത് സേവനങ്ങള്, അതിനെ ഓർഗനൈസ് ചെയ്യുന്നതും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ഇനി നോക്കാം ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. വീണ്ടും നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലോട്ട് വരികയാണ്. Health care administration is the management of all the non-clinical functions included in operating a healthcare facility, from daily operation to staffing to budgeting and finance to long-term strategic planning to make sure the success of the health care provider or a system. അത് വേറൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ പറ്റിയുള്ള വേറൊരു ഡെഫിനേഷൻ ആണ്. അതായത് എന്താണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല്? അതായത് ആശുപത്രി അല്ലെ, ആശുപത്രികൾ പോലെയുള്ള ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ നോൺ ക്ലിനിക്കൽ വശങ്ങളെയാണ്, നോൺ ക്ലിനിക്കൽ വശങ്ങളുടെ മാനേജ്മെന്റിനെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് വേറൊരു ഡെഫിനേഷനാണ്. നമ്മളിപ്പോ രണ്ട് ഡെഫിനേഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു മൂന്നാമതൊരു ഡെഫിനേഷനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ മാനേജ്മെന്റ് ഓഫ് ദ ഓൾ നോൺ ക്ലിനിക്കൽ ഫങ്ഷൻസ്. അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എല്ലാ നോൺ ക്ലിനിക്കൽ വശങ്ങളുടെയും മാനേജ്മെന്റിനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു? നോൺ ക്ലിനിക്കൽ വശങ്ങൾ എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആ നോൺ ക്ലിനിക്കൽ വശങ്ങൾ എന്ന് പറഞ്ഞാല്? നോക്കാം. ഫ്രം ഡെയിലി ഓപ്പറേഷൻസ്, അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങള്, അതുപോലെ തന്നെ സ്റ്റാഫിങ്, ബഡ്ജറ്റിങ്, ഫിനാൻസ്, അതുപോലെ ലോങ് ടേം സ്ട്രാറ്റജിക് പ്ലാനിങ്, ഇങ്ങനെയുള്ള നോൺ ക്ലിനിക്കൽ വശങ്ങളുടെ മാനേജ്മെന്റിനെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. അത് വേറൊരു ഡെഫിനേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് 3 ഡെഫിനേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഡെഫിനേഷൻ തന്നെ 3 തരത്തിലാണ് നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനെ മനസ്സിലാക്കിയത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ക്ലിയർ ആയി വെച്ചാൽ ഓക്കെ ആണോ? ഈ പറഞ്ഞത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ശരി. അടുത്തതാണ് വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. വാട്ട് ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നതിന് ചോദിക്കുന്നേക്കാളും നല്ലത് ഹു ഈസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് കേട്ടോ. രണ്ടും ശരി തന്നെയാണ്. ആരാണ് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ? അപ്പൊ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം വന്നിട്ട് അവിടുത്തെ എന്താണ് ആ ഒരു ഹെൽത്ത് സേവനങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ഫോർമുലേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയാണ്. ആനുകൂല്യങ്ങൾക്കും ഫിസിഷ്യനും ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്കാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് work behind the curtain to make extensive decisions for the health care facility or institutions. അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എന്താണ് അതിന്റെ വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് അവിടെ പറഞ്ഞത്. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ എന്താണ് വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. അതെ, പിന്നിൽ പ്രവർത്തിക്കുന്നത് അതിനാണ് കേട്ടോ. അത് മാത്രമല്ല
they directly handle policy and budgets to generate better patient experiences and ensure the safety of guests and the staff. അതായത് they directly handle policy and budgets. അവരെന്ത് ചെയ്യാണ്, ഒരു ബെറ്റർ പേഷ്യന്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അല്ലെ, പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ലഭിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി സേവനങ്ങൾ കൊടുത്തിട്ട് അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ്, ബെറ്റർ എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കുക അല്ലെ, അതിലൂടെ അവർക്ക് ഒരു നല്ലൊരു പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുക. അതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ എന്താണ്, അവിടെ വരുന്ന ഗസ്റ്റുകള് മറ്റ് സ്റ്റാഫുകളുടെ ആ ഒരു സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ഈ പോളിസികൾ ബഡ്ജറ്റുകളൊക്കെ നേരിട്ട് കൈകാര്യം ചെയ്യും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്താ ചെയ്യുന്നത്, ഈ പറയുന്ന പേഷ്യൻസിന് ഒരു നല്ല എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും അവിടുത്തെ ആളുകൾ അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അവിടെ വരുന്ന സന്ദർശകരുടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് പോളിസികളും ബഡ്ജറ്റുകളും നേരിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് അത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. അവര് അതിന് വേണ്ടിയിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്നു. പിന്നെ എന്താണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഹാവ് thorough knowledge of the regulatory framework in patient care. Okay. നമുക്കറിയാം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഈ രോഗി പരിചരണ നിയന്ത്രണത്തിനെ പറ്റിയിട്ട് നല്ല നോളജ് അവർക്ക് ഉണ്ടായിരിക്കും അല്ലെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ പറയുന്ന റോള് ചെയ്യുന്ന ആളുകൾക്ക് ബിസിനസ് സ്കിൽസും ഉണ്ടായിരിക്കണം, ആരോഗ്യ സംരക്ഷണ മേഖലയെ പറ്റിയുള്ള നല്ല അറിവ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, ഒരു നല്ലൊരു പേഷ്യന്റ് കെയറിനെ പറ്റിയുള്ള തറോ നോളജ് അല്ലെ, ഒരു നല്ല ഒരു അറിവ് ആർക്കുണ്ട്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ മാത്രമല്ല their responsibilities are completely different from the responsibilities of a doctor or physician. അത് നമുക്കറിയാലോ, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യന്റെ റെസ്പോൺസിബിലിറ്റിയെക്കാളും തികച്ചും വ്യത്യസ്തമാണെന്ന് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. അത് നമുക്കറിയാലോ, രണ്ട് ഇതാണ് അല്ലെ, രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റിയോട് വ്യത്യാസമുണ്ട്. നോക്കുക, while physicians handle patients directly, health care administrators supervise the facility itself. അതായത് ഫിസിഷ്യൻസ് എന്ന് പറയുമ്പോൾ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവർ നേരിട്ട് രോഗികളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരം സൗകര്യങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്, അതൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ശരിയല്ലേ. ഡോക്ടർ എന്ന് പറയുന്ന ഒരു രോഗികളുമായിട്ട് മാത്രമേ അവർ നേരിട്ട് സമ്പർക്കം പുലർത്തുന്നുള്ളൂ. അതേസമയം ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാല് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആരാണ്, അത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ഓക്കെ. നോക്കുക, and usually have a bachelor's degree or master's degree in health care administration. അപ്പൊ അവർക്ക് എന്ത് വേണം, ഒന്നില്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലെ മാസ്റ്റർ ഡിഗ്രി അല്ലെ, ബിരുദമോ അല്ലെങ്കിൽ ഈ പറയുന്ന PG അല്ലെ, ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളുകളായിരിക്കണം അല്ലെ. അങ്ങനെയുള്ളവരാണ് ആര്, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ വിപുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ് അല്ലെ. അവരെന്ത് ചെയ്യാണ്, ഒരു നല്ല പേഷ്യന്റ് എക്സ്പീരിയൻസിനും അതുപോലെ അവിടുത്തെ സ്റ്റാഫുകളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് പോളിസികളും ബഡ്ജറ്റുകളും അവര് നേരിട്ട് കൈകാര്യം ചെയ്യും. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് സാമ്യമുള്ള പോയിന്റ്സുകൾ തന്നെയാണ് കേട്ടോ. പിന്നെ മാത്രമല്ല അവർക്ക് എന്താണ്, രോഗി പരിചരണത്തിനെ പറ്റിയുള്ള നല്ലൊരു നോളജ് അല്ലെ, രോഗി പരിചരണ നിയന്ത്രണ ചട്ടക്കൂടിനെ പറ്റിയിട്ട് ഒരു നല്ല നോളജ്, നല്ലൊരു അറിവ് ആർക്കുണ്ടായിരിക്കും, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് ഉണ്ടായിരിക്കും അല്ലെ. ശരിക്കും പറഞ്ഞ ഒരു ഫിസിഷ്യൻ എന്ന് പറയുന്നത് രോഗിയുമായിട്ട് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളെയും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്, അതൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവരുടെ യോഗ്യത എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലെ ബിരുദമോ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദമോ ഉള്ള ആളുകളായിരിക്കും ആ ഒരു റോള് കൈകാര്യം ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തതാണ് ഹൗ ടു ബിക്കം എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ. ഇനി അടുത്തത് എന്താണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ എന്താ പറയാ, കുറെ കാര്യങ്ങൾ വെറുതെ ഇവിടെ എന്താ പറയാ എഴുതി വെച്ചേക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് frequently interact with the doctors, nurses, surgeons and technicians. Okay, they control the operation of healthcare organization and seldom meet directly with the patients in the healthcare facility. അതായത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഈ പറയുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, സർജൻസ്, പിന്നെ ഈ പറയുന്ന സാങ്കേതിക ജീവനക്കാരൊക്കെ ഉണ്ടാവും അല്ലെ.
അവരൊക്കെ ആയിട്ട് നേരിട്ട് സമ്പർക്കം പുലർത്തുന്ന ആളുകളാണ് ആര്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. അവര് വന്നിട്ട് എന്താണ് ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും അപൂർവമായിട്ട്, എപ്പോഴും അല്ല അപൂർവമായിട്ട് അവർ എന്ത് ചെയ്യും? പേഷ്യൻസുമായിട്ട് നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന റോളുകളൊക്കെ അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അവരെന്ന് പറഞ്ഞാൽ ഡോക്ടർമാര്, നഴ്സുമാര്, സർജൻസ്, ടെക്നീഷ്യന്മാരൊക്കെ ആയിട്ട് നേരിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ്. പിന്നെ മാത്രമല്ല ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും പിന്നെ എന്താണ് ഈ പറയുന്ന വല്ലപ്പോഴൊക്കെ രോഗികളുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതും ഒക്കെ അവരുടെ എന്താണ് ആ ഒരു ജോലിയുടെ ഭാഗമാണ്. ഓക്കെ. പിന്നെന്താണ് an administrator's duty is to form the policy that runs the facility and make better the patient experience. നേരത്തെ പറഞ്ഞ കാര്യമാണ് അല്ലെ. ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഓർഗനൈസേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സുഗമമായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ അല്ലെ, നയങ്ങൾ രൂപപ്പെടുത്തുന്നത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അത് മാത്രമല്ല അതിലൂടെ ആ നയങ്ങൾ വെറുതെ രൂപപ്പെടുത്തിയാൽ മാത്രം പോരാ, അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസിനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഒരു എക്സ്പീരിയൻസ്, ഒരു സാറ്റിസ്ഫാക്ഷൻ അതിലൂടെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കാരിയേഴ്സ് ആർ നെസസറി ടു സക്സസ്ഫുൾ ആൻഡ് എഫിഷ്യന്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്. അതായത് ഒരു നല്ല ഒരു എന്താ പറയാ ഒരു നല്ല ഒരു ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ആ ഒരു എന്താണ് കാര്യക്ഷമതയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു സക്സസ്ഫുൾ അല്ലെ, ഏറ്റവും നല്ല സക്സസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവിടെ എന്ത് അത്യാവശ്യമാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അത്യാവശ്യമാണ്. ഓക്കെ. പിന്നെന്താണ് owing to the continuous need for health care facilities from hospitals to nursing homes, health care administration is an important firm job for those who are interested in improving health care policy. അതായത് നമുക്കൊരു കാര്യം അറിയാം, ഇന്നത്തെ കാലത്ത് എന്താണ് ആശുപത്രികളുടെ ആവശ്യകതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ പോലെയല്ല അല്ലെ. ഇന്നാണെങ്കിൽ ഇപ്പൊ എന്താണ് പോപ്പുലേഷൻ വർദ്ധിച്ചു അല്ലെ, ജനസംഖ്യ വർദ്ധിച്ചു. അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളും പണ്ടത്തെ പോലെയല്ല. ഇപ്പോഴത്തെ ആളുകൾക്ക് കൂടുതൽ ഒരുപാട് അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. അപ്പൊ അതിനനുസരിച്ച് എന്താണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആവശ്യകതകൾ, അത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റികളുടെ ആവശ്യകതകൾ ഇപ്പൊ വർദ്ധിച്ചു വരികയാണ് അല്ലെ. ഹോസ്പിറ്റലിന്റെ എണ്ണ ആയാലും വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ ഫേം ആയിട്ടുള്ള ഒരു ജോബാണ്. ഓക്കെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആർക്കും അല്ലെ, ഹെൽത്ത് കെയർ പോളിസി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ പറയുന്ന ജോലി വളരെ ഇമ്പോർട്ടന്റ് ആണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ജോലിക്ക് അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടെന്ന്. കാര്യം എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ആവശ്യകതകൾ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരികയാണ്. അപ്പൊ ഈ ജോലിക്കുള്ള പ്രാധാന്യം അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ. ഒന്നുമില്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിരിക്കുന്നു മാത്രം കേട്ടോ. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, അതിന്റെ ആ ഒരു എന്താ പറയാ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ റോൾ എന്താണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി നോക്കാം, ഇനിയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മെയിൻ include the oversight and management of. ഇനി ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്തെല്ലാം കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താണ് നേതൃത്വം വഹിക്കുന്നതും. അപ്പൊ ഈ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മാനേജ് ചെയ്യുന്നതും നേതൃത്വം വഹിക്കുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണെങ്കിൽ കുറച്ച് ഏരിയാസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഏതൊക്കെയാണ് നോക്കിയേ. an entire health care system. ഇതാണ് an entire health care system. ഒരു മുഴുവൻ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ മേൽനോട്ടം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ. എന്താണ് നമ്മൾ പറഞ്ഞത്? an entire health care system അല്ലെ, ഒരു മുഴുവൻ ആരോഗ്യ സംരക്ഷണ സംവിധാനം. പിന്നെന്താണ് പറയുന്നത്? സ്പെസിഫിക് ഫെസിലിറ്റീസ് ലൈക്ക് സച്ച് ആസ് ഫിസിഷ്യൻ പ്രാക്ടീസസ്,
ഹോസ്പിറ്റൽസ് ആൻഡ് ഹോം ഹെൽത്ത് ഏജൻസീസ് അല്ലെ. അതായത് ചില പ്രത്യേക സൗകര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫിസിഷ്യന്റെ പ്രാക്ടീസസ്, അവരുടെ പ്രവർത്തനങ്ങള്, ഹോസ്പിറ്റൽസ്, ഹോം ഹെൽത്ത് ഏജൻസി പോലെയുള്ള സ്പെസിഫിക് ഫെസിലിറ്റീസിന്റെ എല്ലാം നേതൃത്വം വഹിക്കുന്നതും മാനേജ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, പിന്നെന്താണ്? സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ്സ് ലൈക്ക് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്സ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കാർഡിയാക് കെയർ യൂണിറ്റ്സ്. അതുപോലെ തന്നെ ചില സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ്സ് ഓർ യൂണിറ്റ് ഏതൊക്കെയാണ്? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്സ്, കാർഡിയാക് കെയർ യൂണിറ്റ്, അങ്ങനെയുള്ളതിന്റെ മാനേജ്മെന്റും നേതൃത്വം വഹിക്കുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെന്താണ്? സ്പെസിഫിക് ക്ലിനിക്കൽ ഏരിയാസ് ലൈക്ക് നഴ്സിംഗ്, ഫിസിക്കൽ തെറാപ്പി ആൻഡ് കാർഡിയോളജി അല്ലെ. കാർഡിയോളജി, ഫിസിക്കൽ തെറാപ്പി, നഴ്സിംഗ് ഇങ്ങനെയുള്ള ക്ലിനിക്കൽ ഏരിയാസിന്റെ മാനേജ്മെന്റും അതുപോലെ നേതൃത്വം ആര് വഹിക്കുന്നുണ്ട്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കുന്നുണ്ട്. പിന്നെന്താണ്? സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സ്റ്റാഫിംഗ്, ഫെസിലിറ്റി അഡ്മിനിസ്ട്രേഷൻ, അഡ്മിഷൻസ് ആൻഡ് ഫിനാൻസസ് അല്ലെ. ഈ പറയുന്ന എന്താ പറയുക, സ്റ്റാഫിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേഷൻ ഫെസിലിറ്റി ആയിക്കോട്ടെ, പിന്നെ ഈ പറയുന്ന രോഗികളുടെ അഡ്മിഷൻസ്, ഫിനാൻസിങ്, ബഡ്ജറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതും നേതൃത്വം വഹിക്കുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താണ്? നേതൃത്വം വഹിക്കുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്? എന്തെല്ലാം കാര്യങ്ങളാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? ഈ പറയുന്നതൊക്കെയാണ് കേട്ടോ. എന്റെ ഹെൽത്ത് കെയർ സിസ്റ്റം, അതുപോലെ ഈ പറയുന്ന പോയിന്റുകൾ. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയല്ലോ? ഓക്കെ. ഭയങ്കര ബോറടിക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെയോ ഒരുപാട് ഇങ്ങനെ എഴുതി വെച്ചേക്കാണ് അവര് അല്ലെ. ശരി, അടുത്തത് നോക്കാം നമുക്ക്. പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ എങ്ങനെ ക്വസ്റ്റ്യൻ വരിക? താഴെ തന്നിരിക്കുന്നതില് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിളില് ഇൻക്ലൂഡഡ് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, ചെയ്യാത്തത് ഏതാണ് എന്നുള്ള രീതിയിലാണ് അവിടെ ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കണ്ട. പകരം എന്ത് ചെയ്താൽ മതി? ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ പോയിന്റ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം അതൊരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിൾ ഉൾപ്പെടുന്നതാണോ അല്ലെങ്കിൽ ഉൾപ്പെടാത്തതാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ആ ഒരു ഇത് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. കാരണം ഇതിങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ഓരോ പോയിന്റ് എന്താണെന്നത് ക്ലിയർ ചെയ്ത് മനസ്സിലാക്കാം കേട്ടോ. ഫസ്റ്റത്തെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഇതാണ് ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. എന്താണ് പറയുന്നത്? ഈ പറയുന്ന ആരോഗ്യകരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്ത് ചെയ്തിരിക്കണം? പ്രാവർത്തികമാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഉറപ്പാക്കിയിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. എന്താണ്? ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ. ആരോഗ്യകരമായിട്ടുള്ള ഒരു നാഷണൽ ഹെൽത്ത് പോളിസി എന്ത് ചെയ്തിരിക്കണം? അവിടെ പ്രാവർത്തികമാക്കിയിരിക്കണം. എവിടെ പ്രാവർത്തികമാക്കിയിരിക്കണം? ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും പ്രാവർത്തികമാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഉറപ്പാക്കിയിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അപ്പോ എന്താണ് ഈ നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാൽ? നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറഞ്ഞാല് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഓക്കെ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താണ് പീരിയോഡിക്കലി പബ്ലിഷ് ചെയ്യുന്നതാണിത് നാഷണൽ ഹെൽത്ത് പോളിസി. ഓക്കെ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആനുകാലികമായിട്ട് അവര് പബ്ലിഷ് ചെയ്യുന്നതാണിത് നാഷണൽ ഹെൽത്ത് പോളിസികൾ. ഓക്കെ, ഇനി ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് രോഗിയുടെ സുരക്ഷയും ക്ഷേമവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് രോഗിയുടെ സുരക്ഷയും അവരുടെ ക്ഷേമവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു നാഷണൽ ഹെൽത്ത് പോളിസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോ ഈ രോഗിയുടെ സുരക്ഷയും പിന്നെ ഈ പറയുന്ന ക്ഷേമവും ഒക്കെ മെച്ചപ്പെടുത്തണമെങ്കിൽ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ഹോസ്പിറ്റലിന് അത് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുക? അവർക്കൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുക അല്ലെ. അവർക്ക് ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ളൊരു കെയർ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. ഒരു ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാം. വെറും ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ. അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ ഒരു ക്വാളിറ്റി കെയർ എന്ത് ചെയ്തിരിക്കണം? രോഗികൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ രോഗികളുടെ സുരക്ഷയും ക്ഷേമവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും.
അപ്പൊ അങ്ങനെ ആ രീതിയിൽ നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ആ നയങ്ങള് ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും എന്ത് ചെയ്തിരിക്കണം, പ്രാവർത്തികമാക്കണം. അല്ലെങ്കിൽ നാഷണൽ ഹെൽത്ത് പോളിസി നയങ്ങള് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിലൂടെയാണ്, ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലൂടെയാണ് അല്ലെ. അവരെന്ത് ചെയ്യണം, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ബെറ്റർ കെയർ അവർക്ക് കൊടുക്കണം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റില്. ആ രീതിയിലാണ് നാഷണൽ ഹെൽത്ത് പോളിസി അല്ലെ അവരുടെ നയങ്ങള് നടപ്പിലാക്കപ്പെടുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാ ആശുപത്രികളും ഈ പറയുന്ന നാഷണൽ ഹെൽത്ത് പോളിസി എന്ത് ചെയ്തിരിക്കണം, പ്രാവർത്തികമാക്കിയിരിക്കണം കേട്ടോ, ഉറപ്പാക്കിയിരിക്കണം. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. മനസ്സിലായോ പറഞ്ഞത്? ദീസ് ഷുഡ് ബി ഹെൽത്തി നാഷണൽ ഹെൽത്ത് പോളിസി. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ പോയിന്റ്? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയുന്നതാണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, sound health administrative structure may be framed for the implementation of health policy. ഇനി അത് മാത്രമല്ല, ഹെൽത്ത് പോളിസി കൊണ്ടുവന്നാൽ മാത്രം മതിയോ? ഇല്ല, പിന്നെ എന്ത് ചെയ്യണം, അത് നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, അത് നല്ല രീതിയിൽ നടപ്പിലാക്കണം. അപ്പൊ ഈ പറയുന്ന ഒരു ഹെൽത്ത് പോളിസി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അവിടെ രൂപപ്പെടുത്തിയിരിക്കണം. എവിടെ രൂപപ്പെടുത്തണം? ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലും ഉണ്ടായിരിക്കണം അല്ലെ. നമുക്കറിയാം നാഷണൽ ഹെൽത്ത് പോളിസി പ്രകാരമുള്ള കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നേടുന്നത് എന്തിലൂടെയാണ്? ഈ പറയുന്ന ഫെസിലിറ്റിയിലൂടെയാണ്. അപ്പൊ എന്ത് ചെയ്യണം, ഈ പോളിസികൾ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്, നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അവിടെ രൂപപ്പെടുത്തിയിരിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ജീവനക്കാരെ മറ്റും ഉൾപ്പെടുത്തിയിട്ട് ഒരു നല്ല ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരിക്കണം. അതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഈ പറയുന്ന പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അതാണ് പറഞ്ഞത് കേട്ടോ. സൗണ്ട് ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ മേ ബി ഫ്രെയിംഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ഹെൽത്ത് പോളിസി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. There should be integration of preventive and curative services at all administrative levels. അത് മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് കേട്ടോ. എന്താണ്? There should be integration of preventive and curative services at all administrative levels. അതായത് എല്ലാ ഭരണതലങ്ങളിലും എന്തുണ്ടായിരിക്കണം? പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് സർവീസുകൾ നൽകുന്ന രീതിയിലുള്ള ഒരു സംയോജനം അവിടെ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് സർവീസ് മാത്രം മതിയോ? ഒരു പ്രതിരോധം മാത്രമാണ് അവിടെ കിട്ടേണ്ടത്? അല്ല, ക്യൂറേറ്റീവ് സർവീസും കൂടെ ലഭിക്കണം അല്ലെ, രോഗശമന സർവീസുകളും അവിടെ ലഭിക്കണം. അപ്പൊ ഈ പറയുന്ന പ്രിവെന്റീവ് ക്യൂറേറ്റീവ് സേവനങ്ങളെ പരസ്പരം എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തേണ്ടത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. There should be an integration of preventive and curative services at all administrative levels. എല്ലാ ഭരണതലത്തിലും ഈ പറയുന്ന രോഗപ്രതിരോധ രോഗശമന സേവനങ്ങള് എന്താണ് ഒരു നൽകുന്ന രീതിയിൽ ഒരു സംയോജനമായിട്ട് അവയെ സംയോജിപ്പിച്ചിട്ട് സേവനങ്ങൾ നൽകുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ പ്രവർത്തനം. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോ അടുത്ത പോയിന്റുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ ഓരോ പ്രിൻസിപ്പിൾ തരുമ്പോൾ അതിൽ ചോദിക്കും, ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ പ്രിൻസിപ്പിളിൽ ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താണ്? താങ്ക് യു മാം പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി എന്നാ കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മൺഡേ കാണാം. ഓക്കെ എന്നാ ശരി കേട്ടോ. താങ്ക് യു. താങ്ക് യു.